ഹൈന്ദവ ആത്മാഭിമാനമുയർത്തി പത്തനംതിട്ട തിരുവല്ലയിൽ ക്ഷേത്രഭൂമി പിടിച്ചെടുത്ത് വിശ്വാസികൾ. തിയേറ്റർ ഉടമ അനധികൃതമായി കയ്യേറിയ തിരുവല്ല ആനന്ദേശ്വരം ക്ഷേത്രത്തിന്റെ ഭൂമിയാണ് വിശ്വാസികൾ പിടിച്ചെടുത്തത്. കോടതി വിധി ഉണ്ടായിട്ടും ഭൂമി തിരികെ ലഭിക്കാതിരുന്നതോടെയാണ് വിശ്വാസികൾ രംഗത്ത് വന്നത്. മധ്യ തിരുവിതാംകൂറിലെ അതിപുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവല്ല ആനന്ദേശ്വരം മഹാദേവ ക്ഷേത്രം. 1978 ക്ഷേത്രത്തോട് ചേർന്ന 36 സെന്റ് സ്ഥലം തിയേറ്റർ നടത്തിപ്പിനായി വർഗീസ്, തോമസ് എന്നിവർക്ക് പാട്ടക്കരാറിന് നൽകി. 25 വർഷത്തേക്കായിരുന്നു കരാർ. തറവാടക പ്രതിമാസം 200 രൂപ. കാലാവധി കഴിയുന്ന മുറയ്ക്ക് സ്ഥലം ഒഴിഞ്ഞു തരികയോ കെട്ടിടം പൊളിച്ചു നീക്കുകയോ ചെയ്യണമെന്നായിരുന്നു കരാർ. ആദ്യകാലത്ത് ത്രിവേണി എന്നും പിന്നീട് ജേക്കബ് എന്നും പേരിട്ടിരുന്ന തിയേറ്ററാണ് ക്ഷേത്രഭൂമിയിൽ പ്രവർത്തിച്ചത്. എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും ക്ഷേത്രഭൂമി തിരികെ നൽകാൻ തിയേറ്റർ ഉടമകൾ തയ്യാറായിരുന്നില്ല. പിന്നീട് ക്ഷേത്രഭാരവാഹികൾ കാലങ്ങളോളം നിയമപോരാട്ടം നടത്തി. 2023 ക്ഷേത്രഭൂമി തിരികെ വിട്ടു നൽകണമെന്ന് തിരുവല്ല മുൻസിഫ് കോടതി വിധിച്ചു. 2018 മുതലുള്ള വാടക കുടിശ്ശിക നൽകണമെന്നും വിധിയിലുണ്ടായിരുന്നു. കോടതിയെ ധിക്കരിച്ച് തിയേറ്റർ ഉടമ മുൻ നിലപാട് തുടർന്നതോടെയാണ് വിശ്വാസികൾ സംഗമിച്ച് ക്ഷേത്രഭൂമി തിരികെ പിടിക്കാൻ ശ്രമം ആരംഭിച്ചത്. ക്ഷേത്രഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന തിയേറ്ററിലേക്ക് നാമജപ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഒടുവിൽ ഭൂമിയിൽ കാവിക്കൊടി നാട്ടി ക്ഷേത്രഭൂമി പിടിച്ചെടുത്തതായി വിശ്വാസികൾ പ്രഖ്യാപിച്ചു. ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി നമുക്ക് വളരെ വ്യക്തമായ അറിവുള്ള ആളാണ്. അതുകൊണ്ട് ഉദ്ഘാടകൻ നിലയിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ഇവിടെ കാവിക്കൊടി കെട്ടിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, ഈ ഭൂമി തിരിച്ചെടുത്തിരിക്കുന്നു. ഈ ഭൂമി മഹാദേവന്റേതാണ്. ഹരഹര മഹാദേവ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഭൂമി ഈ ആനന്ദവല്ലീശ്വരം മഹാദേവന്റേതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടേക്ക് ഒരു കാവിക്കൊടി കെട്ടിക്കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ക്ഷേത്രഭൂമിയും ക്ഷേത്ര സ്വത്തുക്കളും കയ്യേറ്റം ചെയ്താൽ ചോദ്യം ചെയ്യാൻ ആളില്ലെന്ന സമീപകാല മനോഭാവങ്ങൾക്കുള്ള തിരിച്ചടിയായിരുന്നു തിരുവല്ലയിലെ ഹൈന്ദവ പ്രതിഷേധം. നിയമലംഘനങ്ങൾ ഉണ്ടാകാതെ അവകാശ പോരാട്ടം മാത്രമാണ് നടത്തിയതെന്ന് വിശ്വാസികൾ അറിയിച്ചു. ഗോകുൽ രമേശ്, ജനം, പത്തനംതിട്ട.